ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ലേൺ വിത്ത് MS-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു മാത്സ് ടോപ്പിക്ക് പഠിച്ചാലോ? ഇന്നത്തെ ടോപ്പിക്ക് മാത്സിലെ ആവറേജ് ആണ് കേട്ടോ. ആവറേജ് അഥവാ ശരാശരി. ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. എന്തായാലും അതും കൂടെ കണ്ടിട്ട് ഇതും കാണുക. അപ്പം അതിൽ ഞാൻ 6 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്ന് അടുത്ത മോഡൽസ് നമുക്ക് ഇനി നോക്കാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 7ാമത്തെ ടൈപ്പാണ്. ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. 10 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? അതായത് നമ്മൾ ഇരട്ട സംഖ്യകളുടെ ശരാശരി കാണാനുള്ള മെത്തേഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കുക. ഇതെന്ന് വെച്ചാൽ ഒരു 10 മുതൽ ഒരു പീരിയഡ് ഓഫ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയില്ലേ, അതായത് 10 മുതൽ 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? അതായിരുന്നു ക്വസ്റ്റ്യനിലെ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇതിൻ്റെ ആദ്യ പദവും അറിയാം, നമുക്ക് അവസാന പദവും അറിയാം. അങ്ങനെയാണെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഞാൻ പറയാം. ആദ്യ പദം പ്ലസ് അവസാന പദം by 2. ഒരു ഇത്ര മുതൽ ഇത്ര വരെ, അതായത് ഒരു പീരീഡ് ഓഫ് നമ്പർ തന്നിട്ട് അതിൻ്റെ ആവറേജ്, അതായത് ഇരട്ട സംഖ്യകളുടെയാണ് കേട്ടോ, ഇരട്ട സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇതെന്തായാലും പഠിക്കുക. അപ്പം നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. ആദ്യ പദവും ഒരു ഇരട്ട സംഖ്യയാണ്, അതുപോലെ തന്നെ അവസാനത്തെ പദവും ഇരട്ട സംഖ്യയാണ്. അപ്പം നമുക്ക് ആദ്യ പദം 10 പ്ലസ് അവസാന പദം 50 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ഇതാണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ വേറൊരു മോഡല്, അതായത് ഇതേ മോഡലിലുള്ള ഒരു സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 14 മുതൽ 35 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ 20.3, ബി 39, സി 24.5, ഡി 43. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി 24 അപ്പോൾ നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 14 മുതൽ 35 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ് അതായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യ പദം എന്ന് പറയുന്നത് 14 ഒരു ഇരട്ട സംഖ്യയാണ്. പക്ഷേ 35 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണോ? അല്ല, അതൊരു ഒറ്റ സംഖ്യയാണ്. അപ്പം നമ്മൾ 14 പ്ലസ് ആദ്യ പദം പ്ലസ് അവസാന പദം നമ്മളപ്പോൾ 35 വരെയുള്ള എന്നാണ്. അപ്പോൾ 35 കടന്നിട്ടൊരു സംഖ്യ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുവരെയുള്ളതിൽ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 34 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 8, 4, 48 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു
24 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8ാമത്തെ ടൈപ്പാണ്. 13 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത്? ഇത്ര നേരം നമ്മൾ നോക്കിയത് ഇരട്ട സംഖ്യകളുടെ ശരാശരിയായിരുന്നു. ഇനി നമുക്ക് ഒരു പീരീഡ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ സംഖ്യകളുടെ ശരാശരി എങ്ങനെ കാണുമെന്ന് നോക്കാം. എന്തായാലും ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി അല്ലേ? അതായത് 13 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആൻസർ നോക്കാം. ഇരട്ട സംഖ്യ ആണെങ്കിലും ഒറ്റ സംഖ്യ ആണെങ്കിലും കണ്ടുപിടിക്കുന്നത് സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. ഒറ്റ സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആണെങ്കിലും ഒരു പീരീഡ് ഓഫ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരാശരി കണ്ടുപിടിക്കുന്നത് ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 13 മുതൽ 100 വരെയുള്ള എന്നായിരുന്നു. അപ്പോൾ 13 ഒരൊറ്റ സംഖ്യയാണ്. 13 പ്ലസ് 100 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. അപ്പം നമ്മൾ 99 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 112 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 56 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 15 മുതൽ 80 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത്? ഓപ്ഷൻ എ 52, ഓപ്ഷൻ ബി 47, ഓപ്ഷൻ സി 56, ഓപ്ഷൻ ഡി 62.5. സെയിം മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. സെയിം മോഡലിലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അതായത് 15 മുതൽ 80 വരെയുള്ള ഒറ്റ സംഖ്യയുള്ള ശരാശരി എന്ത്? ഇപ്പൊ 15 ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പൊ 15 പ്ലസ് 80 ഒരു ഒറ്റ സംഖ്യയാണോ? അല്ല. അപ്പോ 79 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 94 ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 47. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 9ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ക്വസ്റ്റ്യൻ നോക്കാം. 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? പുതിയൊരു മോഡലാണ്. എന്തായാലും ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുല്ലേ? അതായത് 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ വർധന ഉണ്ടായെങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ നമുക്ക് നോക്കാം. ഇതിൽ ഇപ്പം നമ്മൾ ആകെ ഭാരമൊക്കെ കണ്ടുപിടിച്ചിട്ട് മൈനസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതിൻ്റെ ഒരു എളുപ്പ വഴി പറയാം. അതായത് പോയ ആളുടെ ഭാരം എത്രയാണോ, പോയ ആളുടെ
പോയ ആളുടെ ഭാരം പ്ലസ് എത്രയാണോ അംഗസംഖ്യ ഇൻറ്റു ശരാശരി എത്രയാണ് വർധനവ്, ശരാശരിയുടെ വർധനവ്. പോയാളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനവ്. ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പോയാളുടെ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 കിലോഗ്രാം ആണെന്ന്. അപ്പൊ 50 പ്ലസ് അംഗസംഖ്യ എന്ന് പറയുന്നത് 15 കുട്ടികളാണ് അല്ലേ. അതായത് 15 ഇൻറ്റു ശരാശരിയുടെ വർധനവോ, ക്വസ്റ്റ്യനിൽ 1 കിലോഗ്രാം ആണ് അയാളുടെ ഭാരം വർധനവായിട്ട് പറയുന്നത്. അപ്പൊ ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 പ്ലസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 65. ഇതായിരിക്കും പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എന്ന് പറയുന്നത്. സെയിം മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. 12 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 45 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി, ആൻസർ നമുക്ക് നോക്കാം. ആൻസർ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ പോയ ആളുടെ ഭാരം പ്ലസ് അംഗസംഖ്യ ഇൻറ്റു ശരാശരിയുടെ വർധനം. പോയ ആളുടെ ഭാരം എത്രയായിരുന്നു? 45 കിലോഗ്രാം പ്ലസ് അംഗസംഖ്യ എന്ന് പറയുന്നത് 12 ഇൻറ്റു ശരാശരിയുടെ വർധനവ് എന്ന് പറയുന്നത് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 പ്ലസ് 24 ദാറ്റ്സ് ഈക്വൽ ടു 69. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ തുക കണ്ടുപിടിച്ചിട്ടും ചെയ്യും. അതായത് ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണല്ലോ. അപ്പം നമ്മൾ ശരാശരി നമുക്കറിയാം, എണ്ണവും അറിയാം. അതിന്ന് തുക കണ്ടുപിടിക്കും. അതായത് 45 ഇൻറ്റു 12 അത് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ അതിൽ ശരാശരിയുടെ വർധനവ് പറയുന്നത് 2 കിലോഗ്രാം. അപ്പം പിന്നീട് 47 ഇൻറ്റു 12 കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് തമ്മിൽ മൈനസ് ചെയ്യും. എന്നിട്ട് തുക കണ്ടുപിടിക്കും. ദെൻ ആ ഭാരം എത്രയാണോ ഭാരം അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 45 പ്ലസ് അതിൻ്റെ മൈനസ് ചെയ്ത് ഇത് മൈനസ് ചെയ്ത് കിട്ടുന്നത് 24 ആയിരിക്കും. അതാണ് വേറൊരു മെത്തേഡ്. അത് ഇതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു മെത്തേഡ്. ഏതിലൂടെ വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ മോഡലാണ്. 15 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായെങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഭാരം എത്ര?
ഏകദേശം സെയിം മോഡലാണ്. പക്ഷെ ഇവിടെ ഭാരത്തിൽ വർധനവല്ല, കുറവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ആൻസർ ചെയ്യുന്നത് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. അതായത് ഒരു ക്ലാസ്സിലെ 15 കുട്ടികളിൽ 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് പകരം പുതിയൊരാൾ വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 1 കിലോഗ്രാമിൻ്റെ കുറവുണ്ടായി അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? സെയിം തന്നെ പോയ ആളുടെ ഭാരം മൈനസ് അംഗസംഖ്യ ഇൻറ്റു മൈനസ് ആണ്. നമ്മൾ ഭാരത്തിൽ വർധനവുണ്ടായപ്പോൾ ആഡ് ചെയ്തു അല്ലേ? ഇപ്പോൾ ഭാരത്തിൽ കുറവുണ്ടായി, അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുന്നു. അത്രയേ ഇതിൽ ഡിഫറൻസ് ഉള്ളൂ. ശരാശരിയുടെ വർധനവ്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. പോയാളുടെ ഭാരം എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആണ്, മൈനസ് അംഗസംഖ്യ എന്ന് പറയുന്നത് 15 ആണ്. ശരാശരിയുടെ വർധനവോ 1 കിലോഗ്രാം. നമുക്ക് ആൻസർ ലഭിക്കുന്നത് 50 മൈനസ് 15, ദാറ്റ്സ് ഈക്വൽ ടു 35. സെയിം തന്നെയാണ്. ഭാരത്തിൽ വർധനവല്ല, അതിൽ ഭാരത്തിൽ കുറവുണ്ടായെങ്കിൽ ഈ ഒരു ഇതിൽ മൈനസ് ചെയ്യണം. അത് മാത്രമേ ഇതിൽ ഡിഫറൻസ് ഉള്ളൂ. എന്തായാലും നോക്കുക. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. 11ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി ഭാരം 55 കിലോഗ്രാം ആണ്. അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടാവും. എങ്കിൽ അധ്യാപകന്റെ ഭാരം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കെന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? ആൻസർ നമുക്ക് നോക്കാം. നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണമാണ്. അപ്പോൾ തുക കണ്ടുപിടിക്കാൻ തുക ഈക്വൽ ടു ശരാശരി ഇൻറ്റു എണ്ണം. നമുക്ക് തന്നിട്ടുണ്ട് 20 കുട്ടികളുടെ ശരാശരി ഭാരം 55 കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്കിതൊന്ന് തുക കണ്ടുപിടിക്കാം. ശരാശരി എന്ന് പറയുന്നത് 55 ആണ്, എണ്ണം എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 1100 എന്ന് തുക ലഭിക്കുന്നു. പിന്നീട് അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ശരാശരി ഭാരത്തിൽ 2 കിലോഗ്രാമിൻ്റെ വർധനവാണ് ഉണ്ടായത്. അധ്യാപകന്റെ ഭാരം കൂടി ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ ശരാശരിയിൽ 2 കിലോഗ്രാം 57 ആയി. അപ്പം അധ്യാപകനെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പം 21. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1197 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1197. അപ്പം നമുക്ക് അധ്യാപകന്റെ ഭാരം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഭാരത്തിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ പോരെ? അപ്പം 1197 മൈനസ് 1100 ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 97. ഇതായിരിക്കും അധ്യാപകന്റെ ഭാരം എന്ന് പറയുന്നത്. 12ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ക്ലാസ്സിലെ
45 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. പുതിയതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 3 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതിയതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എത്ര? ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. നമുക്കെന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടൂലേ? ആൻസർ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ലഭിക്കും? അതായത് 45 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് തുക കണ്ടുപിടിക്കാം. 45 ഇൻറ്റു 50 കിലോഗ്രാം ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ 2250 എന്ന് ലഭിക്കും. അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞിട്ടുള്ളത് പുതിയതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 3 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. അപ്പം 45 എന്നുള്ളത് 55 ആയി. ശരാശരിയുടെ വർധനവ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം, 53 ആയി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2915 എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഈ രണ്ട് തുകയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 2915 മൈനസ് 2250 ദാറ്റ് ഈസ് ഈക്വൽ ടു 665 എന്ന് നമുക്ക് ലഭിക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പുതിയതായി വന്ന കുട്ടികളുടെ ശരാശരി എത്രയാണ്? ഓൾറെഡി 45 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. പുതിയതായി 10 കുട്ടികളാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അവരുടെ ശരാശരി എങ്ങനെ കണ്ടുപിടിക്കാം? തുക ബൈ എണ്ണം അല്ലേ? തുക നമുക്ക് ലഭിച്ചു 665 ആണെന്ന്. ശരാശരി എന്ന് പറയുന്നത് 665 ബൈ 10, പുതിയതായി വന്ന കുട്ടികളുടെ അല്ലേ? അപ്പോൾ ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 66.5 എന്ന് ലഭിക്കും. ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. സെയിം മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്ലാസ്സിലെ 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. പുതിയതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായെങ്കിൽ പുതിയതായി വന്ന കുട്ടികളുടെ ശരാശരി ഭാരം എത്രയാണ്? നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയില്ലേ? ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തുക കണ്ടുപിടിക്കാം. 40 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. അപ്പോൾ തുക എന്ന് പറയുന്നത് 40 ഇൻറ്റു 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 എന്ന് ലഭിക്കുന്നു. പുതിയതായി 10 കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി ഭാരത്തിൽ 4 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. അപ്പം 50 കുട്ടികളായി ശരാശരി ഭാരത്തിൽ 4 കിലോഗ്രാമിൻ്റെ വർധനവുണ്ടായി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2700 എന്ന് ലഭിക്കുന്നു. അപ്പോൾ തുക എന്ന് പറയുന്നത് ഈ 2700 മൈനസ് 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 700 എന്ന് ലഭിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുതിയതായി വന്ന 10 കുട്ടികളുടെ ശരാശരിയാണ്. അപ്പോൾ തുക നമുക്ക് ലഭിച്ചു. ആ തുക ബൈ 10 എണ്ണം, കുട്ടികളുടെ എണ്ണം ദാറ്റ് ഈസ് ഈക്വൽ ടു 70.
70 നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് പുതിയൊരു മോഡൽ നോക്കാം. അടുത്തത് 12ാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. 1 മുതൽ 7 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി എത്ര? ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് എണ്ണൽ സംഖ്യകളുടെ ശരാശരി, പിന്നെ ഒരു പീരിയഡ് ഓഫ് സംഖ്യ തന്നിട്ട് എണ്ണൽ സംഖ്യകളുടെ ഇരട്ട സംഖ്യകളുടെ അങ്ങനെയെല്ലാം ഡിസ്കസ് ചെയ്തു. ഇത് വർഗത്തിൻ്റെ ശരാശരിയാണ്. ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനാണ് n+1 ഇൻറ്റു 2n+1/6. ഇതെന്തായാലും പഠിക്കണം. ഇത് പഠിച്ചാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. n+1 ഇൻറ്റു 2n+1/6. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 1 മുതൽ 7 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരിയാണ്. അപ്പോൾ 7 വരെ എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് 7 ആണ്. 7 + 1 ഇൻറ്റു 2 ഇൻറ്റു 7 + 1/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 15/6. That's equal to 120/6. That is equal to 20. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20 ആണ്. ഇതേ മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എന്തായാലും ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. സെയിം മോഡലിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 1 മുതൽ 23 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി എന്ത്? ആൻസർ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. 1 മുതൽ 23 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി എത്ര? വർഗത്തിൻ്റെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. n+1 ഇൻറ്റു 2n+1/6 എന്ന്. 1 മുതൽ 23 വരെയാണ്. അപ്പോൾ n എന്ന് പറയുന്നത് 23 ആണ്. 23 + 1 ഇൻറ്റു 2 ഇൻറ്റു 23 + 1/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു 47/6. ഇതൊന്നും വെട്ടി ചെറുതാക്കാൻ പറ്റും. 47 ഇൻറ്റു 4 188 എന്ന് ലഭിക്കും. ഈ ഒരു മോഡൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ ലാസ്റ്റത്തെ മോഡലാണ്, 13ാമത്തെ മോഡലാണ്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 മുതൽ 3 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. വർഗത്തിൻ്റെ ശരാശരി കണ്ടുപിടിച്ചപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യൂബിൻ്റെ ശരാശരി കണ്ടുപിടിക്കണമെങ്കിലും നമ്മളൊരു ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ ഇതാണ്: n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 4. n ഇൻറ്റു n+1 ഹോൾ സ്ക്വയർ ബൈ 4.
ഇതാണ് ക്യൂബിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 1 മുതൽ 3 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി എത്രയാണ്? അപ്പോൾ n എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 3 + 1 ഹോൾ സ്ക്വയർ ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 സ്ക്വയർ ബൈ 4, ദാറ്റ്സ് ഈക്വൽ ടു 12 എന്ന് ആൻസർ ലഭിക്കും. ഈ ക്യൂബിൻ്റെ ശരാശരി കണ്ടുപിടിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വർഗത്തിൻ്റെ ശരാശരി കണ്ടുപിടിക്കുകയാണെങ്കിലും ഇത് രണ്ടിൻ്റെ ഇക്വേഷൻ മറക്കാതെ പഠിച്ചിട്ട് പോകണം. കാരണം ഈ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യൂബിൻ്റെ ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n × n+1 ഹോൾ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ആവറേജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഈ 13 മോഡലിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ ചെയ്യും. എന്തായാലും വീഡിയോ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കാണുക. പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. എന്തായാലും കാണുക. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്കും കൂടെ എത്തിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.